ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അധിക്ഷേപകരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി പോലീസ് ഇപ്പോൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഔദ്യോഗികമായി നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പിന്നാലെ പോസ്റ്റുകൾ നീക്കം ചെയ്തു. നീറ്റ്, CBSE പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിലും തുടർന്ന് ജൂലൈ 20 പാർലമെന്റ് മാർച്ചിനിടയിലും വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും മീമുകളും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും വ്യാപകമായി പ്രചരിച്ചിരുന്നു. പ്രത്യേകിച്ച് CJP എന്ന് പറയുന്ന വിദ്യാർത്ഥി കൂട്ടായ്മ ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മയിലൂടെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഒന്നിച്ച് രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ രാജ്യതലസ്ഥാനം സ്തംഭിച്ചു പോയി എന്ന് തന്നെ കരുതാം. പ്രത്യേകിച്ച് ഈ പാർലമെന്റ് മാർച്ചിനിടയിൽ വിദ്യാർത്ഥികളെ തല്ലി ഓടിച്ച സംഭവം വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷമാണ് സത്യത്തിൽ CJPക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതും. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വ്യാപകമായി പ്രചരിച്ച ഇത്തരം കണ്ടന്റുകൾ നീക്കം ചെയ്യാനാണ് ദില്ലി പോലീസ് മെനക്കിട്ടിറങ്ങിയിരിക്കുന്നത്. ദില്ലി പോലീസിന്റെ സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീമും സൈബർ വിഭാഗവും സംയുക്തമായി നടത്തിയ ഓൺലൈൻ പരിശോധനകളിലാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നാലെ പോസ്റ്റുകളും വീഡിയോകളും നിയമപരമായ ചട്ടങ്ങൾ പ്രകാരം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമുഖമായിട്ടുള്ള സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്ക് ദില്ലി പോലീസ് നോട്ടീസ് അയച്ചു എന്ന വിവരം പുറത്തേക്ക് വരുന്നു. പോലീസിന്റെ നോട്ടീസിന് പിന്നാലെ നിരവധി പോസ്റ്റുകളും വീഡിയോകളും ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നീക്കം ചെയ്തു എന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ സമരം കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അല്പമല്ല തലവേദന ഉണ്ടാക്കിയത്. അത് മാത്രമല്ല മോദിയുടെ ഇമേജിന് വലിയ ഡാമേജ് ആക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ നടപടികളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം അടുത്തത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കണ്ടന്റുകൾ നീക്കം ചെയ്യിക്കാനാണ് ഇപ്പോൾ ദില്ലി പോലീസ് ശ്രമം നടത്തുന്നത്.